ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 462 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബ്ലെസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള കഞ്ഞിക്കുഴിക്കടുത്ത് മാങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളൊരു പ്രോപ്പർട്ടി കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കണും ഞെക്കുക. നിങ്ങൾക്ക് അതാത് സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നുപോലും മിസ്സാവത്തില്ല. നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള വീഡിയോകൾ വരുമ്പോൾ നമ്മളെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ നമ്മളെ വിളിക്കുക. നമ്മൾ ഇതുപോലെ വന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നമ്മൾ സെയിലിടുന്നതാണ്. അത് നമ്മുടെ വീടിൻ്റെ മുന്നിലായിട്ട്, നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. വളരെ നല്ല അറ്റ്മോസ്ഫിയറിൽ നല്ല ഒരു പ്രകൃതിയോട് ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു വീടാണ്. 18.4 സെൻറ്റിൽ 5 ബെഡ്റൂമുകളുള്ള 4 ടോയ്ലറ്റുകളുള്ള ഒരു കിടിലം വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മളതിൻ്റെ മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. ഗേറ്റൊക്കെ തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ധാരാളം ചെടികളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. അതോടൊപ്പം തന്നെ ടാർ റോഡ് ഫ്രണ്ടേജാണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരം. കൾത്തിപ്പടി പുതുപ്പള്ളി റോഡിലാണ് ഈ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്. അവിടുന്ന് 200 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. നമ്മുടെ നല്ല ഒരു പ്രകൃതിയുമായിട്ട് ധാരാളം മരങ്ങളും ചെടികളും ഒക്കെയുള്ള, നല്ല തണലൊക്കെയുള്ള നല്ലൊരു പ്രകൃതിയുമായിട്ട് ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. 2 നിലകളിലും വലിയ കിച്ചനും ഒക്കെയുണ്ട്. സ്റ്റോറ്, സിറ്റൗട്ട്, വറ്റാത്ത കിണർ, എല്ലാ സൗകര്യമുള്ള ഒരു വീടാണ്. 2 ഫാമിലിക്ക് സുഖമായി താമസിക്കാവുന്ന പൂർണ്ണമായി ഇഷ്ടികയിൽ പണിത വീടാണ്. ഇഷ്ടികയും മണലും ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണ്. ഈ വീടിൻ്റെ 11 കഥകളുണ്ട്. ഈ 11 കഥകളും തേക്കിൻ തടി തീർത്തതാണ്. അതുപോലെ തന്നെ ഫുള്ളി ഫർണിഷ്ഡ് വീടാണ്. 5 ബെഡ് എല്ലാം അതോടൊപ്പം തന്നെ ഉണ്ട്. കിച്ചന്, 2 സ്റ്റോറ്, 2 സിറ്റ് ഔട്ട്, 2 കാറുകളും ബൈക്കുകളും, 2 ബൈക്കും പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വിശാലമായ കാർ പോർച്ചും ഈ വീടിനുണ്ട്. 2 കിലോമീറ്റർ മാത്രമാണ് പുതുപ്പള്ളി ടൗണിലോട്ടുള്ള ദൂരം കേട്ടോ. വെറും 2 കിലോമീറ്റർ. അതോടൊപ്പം തന്നെ കോട്ടയത്തിലുള്ള ദൂരം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. അപ്പോൾ കോട്ടയം ടൗണിലോട്ടൊക്കെ പെട്ടെന്ന് പോകേണ്ടവർക്കും ജോലിക്ക് പോകേണ്ടവർക്കും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകാനും ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് കോട്ടയം ടൗണിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാം. അതോടൊപ്പം തന്നെ ബസ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്തായിട്ടുണ്ട്. ബസ്സിലും നമുക്ക് ടൗണിലോട്ടൊക്കെ യാത്ര ചെയ്യാവുന്നതാണ്. ഇനി കൂടുതലായിട്ട് പറയാനായിട്ട് എനിക്ക് ഈ ഒരു ഏരിയയെ പറ്റി പറയാനുള്ളത്, 500 മീറ്റർ അകലത്തിൽ ദർശന ഇൻ്റർനാഷണൽ സ്കൂള്, CMI, പിന്നെ അതുപോലെ തന്നെ സെൻറ്റ് ആൻ്റണീസ് കാത്തലിക് ചർച്ച്, ആയുർവേദ ഹോസ്പിറ്റൽ, ഇവയെല്ലാം ഒരു 500 മീറ്റർ അകലത്തിൽ തന്നെയുണ്ട്. 1 കിലോമീറ്റർ അകലത്തിൽ MC റോഡിൻ്റെ ബൈപ്പാസ് റോഡുണ്ട്. CSI ചർച്ച്, LP സ്കൂള്, MD LP സ്കൂള്, YMCA ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, ഇവയെല്ലാം നമുക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ലഭിക്കുന്നതാണ്. 2 കിലോമീറ്റർ ചുറ്റളവിലായി പുതുപ്പള്ളി ജംഗ്ഷനുണ്ട്, റബ്ബർ ബോർഡ് ഹെഡ് ക്വാർട്ടറുണ്ട്, അതുപോലെ റബ്ബർ ബോർഡ് ട്രെയിനിങ് സെൻറ്റർ, രാജീവ് ഗാന്ധി മിനി മെഡിക്കൽ കോളേജ്, SME, അതുപോലെ IHRD, അതുപോലെ മന്നര ഹോസ്പിറ്റൽ, നേഴ്സിംഗ് സ്കൂള്, നവോദയ വിദ്യാലയ, കേന്ദ്ര വിദ്യാലയം, ഒട്ടനവധി ബാങ്കുകളും ആരാധനാലയങ്ങളും, അതുപോലെ തന്നെ 3 കിലോമീറ്റർ ചുറ്റുകളിലായി KK റോഡ്, കോട്ടയം കുമളി റോഡ് നമുക്ക് നമ്മുടെ 3 കിലോമീറ്റർ ചുറ്റുകളിലായിട്ട് തന്നെയുണ്ട്. അതുപോലെ SN എഞ്ചിനീയറിംഗ് കോളേജ്, ഇവയെല്ലാം 3 കിലോമീറ്റർ ചുറ്റുകളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ബേസ്മെൻറ്റിലാണ് ഈ പറഞ്ഞ് നമുക്ക് അടുത്ത ഒരു സിറ്റ് ഔട്ട് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബേസ്മെൻറ്റാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ് അടുത്ത് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. ഈ ഒരു ബേസ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ താമസിച്ചിട്ട് മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇനി വേണ്ട, നിങ്ങൾക്ക് ഇവിടെ ഒന്നും ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് വേണമെങ്കിലും ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് കഴിയാനുള്ള ഇടം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകുവശത്തൊക്കെ ഒന്ന് പോകാം. വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ ബാക്ക് സൈഡിൽ. ഒരു റിസോർട്ടിൽ വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുറകുവശത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു രസമാണ്.
ഇതാണ് നമ്മൾ ആ കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ബാക്കിലത്തെ ആ കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ഏരിയയാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ ആ ഒരു പറമ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണുവാൻ കഴിയും. താഴത്തെ ഒരു തൊട്ടിയും കൂടെ നമുക്ക് ഈ പറഞ്ഞ സെൻറ്റിനകത്തുള്ളതാണ് ഈ താഴത്തെ തൊട്ടി, ഈ കാണുന്ന താഴത്തെ തൊട്ടി. ഓക്കെ, അപ്പം വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കിണറാണ്. ധാരാളം വെള്ളം ലഭിക്കുമെന്നാണ് എൻ്റെ ഓണർ അറിയിച്ചിരിക്കുന്നത്. ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ്. അത് കണ്ടാൽ തന്നെ അറിയാം, ഇഷ്ടം പോലെ വെള്ളം കിടപ്പുണ്ട് ഈ വേനൽക്കാലത്തും. പിന്നെ ഇതിനകത്ത് ചെടികൾ മരങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഈ കാണുന്നത് മൽബറി എന്ന് പറഞ്ഞ ആ ഒരു ചെറിയാണ്. അതുപോലെ തന്നെ വാഴയും അതുപോലെ മാവ് എന്ന് വേണ്ട എല്ലാത്തരം ചെടികളും മരങ്ങളും ഒക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിലവിലുണ്ട്. നമുക്ക് ആ ബാക്ക് വശത്തൂടെ ആ ഒരു പറമ്പിൻ്റെ ആ ഒരു പുറകിലത്തെ ആ ഒരു ഏരിയയിൽ നല്ല രസമുണ്ട്. ഈ ബാക്ക് സൈഡിൽ നമുക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊരു മാവാണ്, അത് കായ്ച്ചൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ ഇഷ്ടംപോലെ കണ്ണിമാങ്ങ കായ്ച്ച് നിൽപ്പുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ. പിന്നെ ഇവിടെ ഒരു അലക്കലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെറൈറ്റി കറിവേപ്പ്. എനിക്ക് എവിടെ ചെന്നാലും ഈ കറിവേപ്പ് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം കറിവേപ്പ് ഒരു വീടിന് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് കറിവേപ്പ്. അത് ഒരു നല്ല മരമായിട്ടിങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആ വീടിനോട് പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റാണ്. അതുപോലെ കാന്താരി മുളക്, ഇതൊക്കെ എവിടെ കണ്ടാലും ഞാൻ എൻ്റെ ക്യാമറയിൽ അതെല്ലാം ഞാൻ ഒപ്പിയെടുക്കും. ഇവിടെ ഒരു മുരിങ്ങ മരമുണ്ട്, മുരിങ്ങയിലയൊക്കെ കറി വെക്കാൻ പറ്റുന്ന നല്ല മുരിങ്ങയിലയുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ പറഞ്ഞ മൽബറി മരം ഇവിടെയാണുള്ളത്. മൽബറിയൊക്കെ കായ്ച്ച് വേനലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ വേനൽക്കാലത്താണ് തോന്നുന്നു കൂടുതൽ കായ്ക്കുന്നത്. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഇതുപോലെ എൻ്റെ ഫ്രണ്ട് താമസിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചൂട് സമയത്ത് ആ മൽബറി മുഴുവൻ കായ്ച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പം ഈ മൽബറി കായ്ക്കുന്ന ചൂട് സമയത്താണെന്ന് എൻ്റെ ഒരു നിഗമനം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളൊന്ന് ഈ ഒരു കമൻറ്റ് ബോക്സിൽ താഴെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. അടുത്ത നമ്മുടെ വീക്ക്നെസ് വന്നിരിക്കുകയാണ് ഇലമ്പപ്പുള്ളി. എവിടെ ചെന്നാലും ഞാൻ ഈ ഒരു ഇലമ്പപ്പുള്ളിയുടെ മരം കണ്ടാൽ ഞാൻ വിടത്തില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതിൻ്റെ ഫോട്ടോ എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും അതിൽ നിന്ന് എടുത്ത് ഒരെണ്ണം കടിച്ച് അത് ഇങ്ങനെ ആ ഒരു പുളിരസം ഉണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് നെല്ലിക്കയൊക്കെ തിന്ന പോലെ ഒരു ഫീലിംഗാണ്. ഇവിടെ നമുക്ക് ഒരു കറിവേപ്പ് കാണാൻ സാധിക്കുന്നത്, നല്ല വലിപ്പമുള്ളൊരു കറിവേപ്പ്. ഇവിടെ ഒരു നാരകമുണ്ട്, കായ്ക്കുന്ന നാരകം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ ധാരാളം നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായി തന്നെ ആ ഒരു ഏരിയയും അവർ കവർ ചെയ്തു. വേനലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചെടികളും മരങ്ങളും ഒക്കെ കണ്ടേനെ. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴുക്കി എല്ലാം ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് കൃഷി ചെയ്തേക്കുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചിട്ടും വൈകുന്നേരം ആകുമ്പം ദാഹിച്ച് വലഞ്ഞ് നിൽക്കുന്നവർ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. പിറ്റേ ദിവസം ഇതുപോലെയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെടികളെയൊക്കെ പരിപാലിക്കാൻ പറ്റും. ഇതാണ് ആ കിച്ചൻ്റെ ആ ഒരു ഏരിയ. കിച്ചണിൽ നമ്മൾ ഇറങ്ങി വരുന്നത്, അത് നമുക്ക് അകത്തുനിന്ന് വരുമ്പോൾ നമുക്ക് ആ ഏരിയ മനസ്സിലാകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ്മെൻറ്റിൽ നിന്നെല്ലാം കയറി നമ്മൾ മുകളിലത്തെ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ ആ മുറ്റവും പരിസരമൊക്കെ നിങ്ങൾ മുമ്പേ കണ്ടു കാണും. എങ്കിലും ഒന്നും കൂടെ പറയട്ടെ, നല്ല വിശാലമായ ഒരു സിറ്റ് ഔട്ട്, അതോടൊപ്പം തന്നെ കാർ പോർച്ച്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ടാർ റോഡ് ഫ്രണ്ടേജ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഡോറുകൾ 11 ഡോറുണ്ടെന്നാണ് ഈ വീടിന് പറഞ്ഞിരിക്കുന്നത്. ഈ 11 ഡോറും തേക്കിൻ തടി തീർത്താണ്. അതുപോലെ വിൻഡോസ് എല്ലാം തന്നെ. ഇതാ നമ്മൾ കയറി വരുമ്പോൾ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് കാണുന്നത്. നല്ല വലിപ്പത്തിലൊരു നല്ല വിശാലമായൊരു ലിവിങ് ഏരിയ, അതിനോട് ചേർന്ന ഒരു ബെഡ്റൂം. വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് കിഴക്കോട്ടാണ്. അതുകൊണ്ട് അടുക്കള നമുക്ക് നേരെ ആദ്യം തന്നെ കാണാം. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, ചെറിയ ചുമയുണ്ട് എനിക്ക്, അത് കാരണമാണ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ അടുക്കളയുടെ വശമൊക്കെ നിങ്ങൾ കണ്ടാൽ അടുക്കളയുടെ ഉൾവശം നല്ല ധാരാളം കബോർഡുകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു കിച്ചണാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജും ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വലിപ്പമുള്ളൊരു ഏരിയയാണ് കിച്ചണായിട്ട് കൊടുത്തേക്കുന്നത്.
കിച്ചണിലും ഫാനും കാര്യങ്ങളും ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ രീതിയിലും നല്ല സ്റ്റോറേജ് പ്ലേസ് നിലവിലുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതൊരു സ്റ്റോർ, അത് പൂട്ടിയിട്ടേക്കുന്നതാണ്, തുറക്കാൻ പറ്റില്ല. എങ്കിലും ഗ്ലാസ് ഇട്ടേക്കുന്ന അകത്തോട്ട് ഞാൻ സ്റ്റോറേജിൽ നിന്ന് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, വീണ്ടും നമ്മൾ ഈ ഒരു ലിവിങ് ഏരിയയിലോട്ട് വരികയാണ്. ലിവിങ് ഏരിയ, അപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ കണ്ടല്ലോ. ഇനി നമുക്ക് ബെഡ്റൂമുകൾ കാണാം. നല്ല കർട്ടനൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. കബോർഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഹൈറ്റ് വരെ കബോർഡുകളുമുണ്ട്. AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. AC കാര്യങ്ങളും എല്ലാം തന്നെ ആ റൂമിലുണ്ട്. ഇത് നമ്മുടെ ആ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമുണ്ട്, വാഷ് ബേസിൻ്റെ കാര്യങ്ങൾ. മനോഹരമായ ടൈലുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം തന്നെയാണ്. താഴോട്ട് ബേസ്മെൻറ്റിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം, AC, ചെറിയ സ്റ്റോറേജ് എല്ലാം തന്നെ ആ റൂമിനും നല്ല രീതിയിൽ തന്നെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ബാത്റൂമും കാര്യങ്ങളും ഒക്കെ എല്ലാം തന്നെ. ഇവിടെ സ്റ്റോറേജ് നിങ്ങൾ കണ്ടു കാണും. വീടിൻ്റെ ടോപ്പ് ഭാഗത്തെല്ലാം നമുക്കിനി ബേസ്മെൻറ്റിലേക്ക് പോകാം. സ്റ്റെയർ കേസ് കയറി ഇതാ ഇവിടെ വരുമ്പോൾ ഒരു വിൻഡോയും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഹാൻഡ് റെയിലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത്. താഴെ കയറി ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ അവിടെ തന്നെ ഒരു ബാത്റൂം ഡോറ് കാണാം. ഇതാ നേരെ കാണുന്നതാണ് നമ്മൾ ആ മുമ്പേ കണ്ട ആ ഒരു പോർച്ചിൽ നിന്നുള്ള ആ ഒരു കയറി വരുന്ന ആ മെയിൻ ഡോറ്. കയറി വരുമ്പോൾ ആ ഡോറിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലിവിങ് ഏരിയ, അതിനോട് ചേർന്ന് തന്നെ നമുക്ക് അടുക്കളയും കാണാം. ഇവിടെ നല്ല വിശാലമായ ഒരു അടുക്കള കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തെ കബോർഡ് വർക്കുകളെല്ലാം വളരെ ഭംഗിയോടുകൂടി തന്നെ ചെയ്തേക്കുന്ന കബോർഡ് വർക്കുകളാണ്. ചിമ്മിനിയൊക്കെ എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ഫ്രഷായിട്ട് ചെയ്തിരിക്കും. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുന്നു. ഇവിടെയും 2 അടുക്കള, സ്റ്റോറേജ് റൂം, ഇതിൻ്റെ മുകളിലത്തെ നില എല്ലാം തന്നെ നല്ല എല്ലാം വുഡൻ ഡോറുകളും കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത് തേക്കിൻ്റെ തടി ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് നേരെ അടുക്കളയുടെ വെളിയിലോട്ട് ഇറങ്ങാം. ഞാൻ ആ ഏരിയ നിങ്ങളെ കാണിച്ചായിരുന്നു. ഞാൻ തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഒത്തിരി അതിന് കുറ്റിയും കൊടുത്തു വെക്കുന്നുണ്ട്. അതൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതേപടി അടയ്ക്കണം. അതുകൊണ്ട് ഞാൻ ഇത് അവിടെ കണ്ടില്ല. സെക്കൻഡ് അടുക്കളയും ധാരാളം നമുക്ക് കബോർഡുകൾ കാണുവാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ നിങ്ങൾ കണ്ടു. താഴത്തെ ബേസ്മെൻറ്റിലുള്ള നമുക്കിനി അവിടുത്തെ ബെഡ്റൂം കൂടി ഒന്ന് കാണാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ നല്ല വലിപ്പമുള്ള നല്ല വിശാലമായൊരു ബെഡ്റൂമാണിത്. അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഒരു ചെറിയ ഒരു ബെഡ്റൂമും എന്നോടൊപ്പം തന്നെയുണ്ട്. നല്ല ഇതിന് ബാത്റൂമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് റൂമും കൂടിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ചിൽഡ്രൻസ് റൂം, ഇതിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ചിൽഡ്രൻസ് റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത്. അതുകൊണ്ട് ഈ റൂമിന് നമുക്ക് കോമൺ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി താഴത്തെ ബേസ്മെൻറ്റിലുള്ള ഒരു ബെഡ്റൂം കൂടെ കാണാനുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു നല്ല വലുപ്പമുള്ള, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂമാണ് താഴത്തെ ആ ഒരു ലെവലിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റെയർ കേസിനോട് ചേർന്ന് ഒരു ചെറിയ വാഷ് ബേസിനും കാര്യങ്ങളും, ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് പ്ലേസൊക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോഴത്തെ താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഇവിടെ നല്ല രീതിയിൽ തന്നെ കബോർഡുകളും എല്ലാം, മുകളിലത്തെ സ്റ്റോറേജ് പ്ലേസും എല്ലാം കണ്ടല്ലോ. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സെയിം മുകളിലത്തെ അതേ പാറ്റേൺ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ നിങ്ങളുടെ സ്റ്റോറേജ് പ്ലേസൊക്കെ അതുപോലെ തന്നെ എല്ലാം നന്നായി തന്നെ താഴത്തെ നിലയിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് മുകളിലത്തേനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബേസ്മെൻറ്റാണ്. കാരണം കുറച്ചും കൂടിയൊക്കെ വലിപ്പവും ലിവിങ് ഏരിയയൊക്കെ നല്ല ഒരു ഏരിയയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഡോറും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. ബേസ്മെൻറ്റിൽ ഞാൻ പറഞ്ഞ 2 ഫാമിലിക്ക് സുഖമായിട്ട് കഴിയാവുന്ന രീതിയിലുള്ള ഒരു ഇടയാണ് നമുക്ക് ഈ ഒരു വീടിനുള്ളത്. എൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കൊക്കെ ഏകദേശമാണ് പറഞ്ഞിരിക്കുന്നത്. 2500 സ്ക്വയർ ഫീറ്റ് 2500 ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
അതുപോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ജോലിക്കാർക്കൊക്കെ പ്രത്യേകം എടുത്ത് പറയത്തക്ക ഒരു സ്ഥലം തന്നെയാണ് എല്ലാം തന്നെ. അപ്പം നമുക്ക് ഇനി കൂടുതലായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് തീരെ സംസാരിക്കാനും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്നെനിക്ക് തീരെ ഒരു സുഖമില്ലാതെയാണ് ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇതാണ് നമ്മുടെ ദർശന സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതുപോലെ തന്നെ പൂമറ്റം പള്ളി എല്ലാം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കളത്തിപ്പിടി റബ്ബർ ബോർഡ് പുതുപ്പടി റോഡ്. ആ റോഡിൽ നിന്ന് നേരെ നമ്മൾ ഇറങ്ങുന്നത് കഞ്ഞിക്കുഴി പുതുപ്പള്ളി റോഡിലേക്കാണ്. അവിടുന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ലഭിക്കും. അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.